വടകരയെ ഭിന്നശേഷി സൗഹൃദ നഗരസഭയാക്കി മാറ്റുമെന്ന് വൈസ് ചെയർമാൻ KM ഷൈനി പറഞ്ഞു. 2026-27 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വടകര മുനിസിപ്പൽ പാർക്കിൽ നടന്ന ഭിന്നശേഷി വാർഡ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. നഗരസഭാ പരിധിയിൽ സന്നദ്ധ സംഘടനകളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും സഹായത്തോടെ ഭിന്നശേഷിക്കാർക്കായി ബഡ്സ് സ്കൂൾ റീഹാബിലിറ്റേഷൻ സെന്റർ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EK രമണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ICDS സൂപ്പർവൈസർ KK രമ സ്വാഗതം പറഞ്ഞു. കൗൺസിലർമാരായ ശ്രീജിന EK, ശശീന്ദ്രൻ പതേരി, ജലാലുദ്ദീൻ, സോമശേഖരൻ P, കോർഡിനേറ്റർ മണലിൽ മോഹൻ എന്നിവർ സംസാരിച്ചു. ദിലീപൻ VK നന്ദി പറഞ്ഞു. അത്യാവശ്യം ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു അച്ഛനും അമ്മയും ഇത്തരത്തിലുള്ള ഒരു കുട്ടിയും മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. അച്ഛനും അമ്മയ്ക്കും ഏറ്റവും അടുത്ത ഒരു വീട്ടിൽ പോകണം, അല്ലെങ്കിൽ ഒരു മരിച്ച വീട്ടിൽ പോകണം. പലപ്പോഴും ഈ കുട്ടിയെയും കൂട്ടി അവിടെ പോകാൻ പറ്റില്ല. അപ്പോൾ ഈ കുട്ടിയെ എവിടെയെങ്കിലും 2-3 ദിവസം ഒരു സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാൻ ഒരു സ്ഥാനം വേണം. അത്തരം സ്ഥലത്തിന് പറയുക റെസ്പൈറ്റ് സെൻ്റർ എന്നാണ്. അവിടെ ചിലപ്പോൾ ചില കുട്ടികളെ രാത്രിയൊക്കെ നമുക്ക് അവരെ അവിടെ താമസിപ്പിക്കേണ്ടതായിട്ടും വരും. അത്തരത്തിലുള്ള റെസ്പൈറ്റ് സെൻ്ററുകളുണ്ട്. അപ്പോൾ ബഡ്സ് സ്കൂൾ വേണം, ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ വേണം. അതുപോലെ തന്നെ ഈ റെസ്പൈറ്റ് സെൻറ്ററുകൾ, ഈ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററും ഈ റെസ്പൈറ്റ് സെൻറ്ററും ഒരുമിച്ച് ആവുന്നതിലും വിരോധമില്ല. പക്ഷേ അതിന് സർക്കാർ നിയമപ്രകാരം അതിന് വേണ്ടത് മിനിമം ഈ ബഡ്സ് റീഹാബിലിറ്റേഷൻ സ്കൂൾ ഉണ്ടാക്കണമെങ്കിൽ തന്നെ അതിന് 25 സെൻറ്റ് സ്ഥലം വേണം സ്വന്തമായിട്ട്. 20 സെൻറ്റാണ്. അതിനകത്ത് ഈ പറയുന്ന ഇതും കൂടെ വേണമെങ്കിൽ ഇവരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളുടെ തണലിൻ്റെയൊക്കെ സാരഥികൾ വടകരയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല നന്മയുള്ള മനസ്സിൻ്റെ ഉടമകൾ വടകര ധാരാളം.